എല്ലാവർക്കും നമസ്കാരം. CC RRB ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു മാത്സിന്റെ സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് 2026 SSC CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു നോട്ടിഫിക്കേഷനെ അല്ല. അവിടെ എല്ലാം നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സെക്ഷണൽ ടൈമറാണ്. ഓരോ സെക്ഷനും ഇത്ര സമയം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം മക്കളെ, നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് SSC CGLന്റെ ടയർ 1 പരീക്ഷയാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. തുടർന്ന് അത് ക്വാളിഫൈഡ് ആയതിനു ശേഷം നമ്മൾ ടയർ 2 പരീക്ഷകൾ എഴുതി മാറിയിട്ടാണ് ഇന്റർവ്യൂ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറെ നാളുകൊണ്ടേ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാർ സർവീസിലേക്കുള്ള എൻട്രി കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇത്തവണത്തെ SSC CGL പരീക്ഷ. SSC CGL പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്തവണത്തെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത് സെക്ഷൻ ടൈമറാണ്. എല്ലാവർക്കും വലിയൊരു ആശങ്കയുള്ള ഒരു ഭാഗമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മാത്സിനകത്ത് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, സാധാരണ ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. സാധാരണ നമുക്ക് ഈ 4 സബ്ജക്റ്റുകൾ പരീക്ഷാ ചോദ്യകർത്താവ് നമ്മുടെ മുമ്പിലേക്ക് പറയുന്നത് ഒരു സമയം തരുമ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ അങ്ങ് കവർ ചെയ്ത് മാറിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനാണോ? ഇപ്പം അങ്ങനെ അല്ല. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 1 മണിക്കൂറിന്റെ ഈ ഒരു പരീക്ഷ നമ്മൾ നേരത്തെയൊക്കെ എഴുതുന്ന സമയത്ത് ഈ 1 മണിക്കൂർ സമയം കൊണ്ട് എങ്ങനെങ്കിലും പൂർത്തിയാക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ സാധാരണ GK വിഷയങ്ങൾക്ക് സമയം കുറച്ച് മതി, മാത്സിന് കുറച്ച് സമയം കൂടുതൽ എടുക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി അത് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞത്. മാത്സിനകത്ത് 25 ചോദ്യങ്ങളുണ്ട്, പക്ഷെ 15 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. റീസണിങ്ങിനകത്ത് 25 ചോദ്യങ്ങളുണ്ട്, 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK വിഷയങ്ങള് 25 ചോദ്യങ്ങളുണ്ട്, 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഇംഗ്ലീഷ് വിഷയം, ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് 25 ചോദ്യങ്ങളുണ്ട്, 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 4 വിഷയങ്ങൾക്ക്, ഓരോ വിഷയങ്ങൾക്കും ഈക്വൽ ടൈം ആണ് നമുക്കുള്ളത്. 15 മിനിറ്റ് സമയമാണുള്ളത്. ഇപ്പൊ നമ്മൾ മാത്സിനകത്തേക്ക് വരുമ്പോൾ മക്കളെ 25 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, പക്ഷെ 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ 15 മിനിറ്റ് കൊണ്ട് 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷകൾ ചെയ്തു പഠിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് 1 മിനിറ്റിലെ 2 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 1 മിനിറ്റിനുള്ളിലെ 2 ചോദ്യങ്ങളുടെ ആൻസർ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ വീട്ടിൽ നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ എക്സാം ഹാളിലെ നമ്മൾ ഈ പറയുന്ന 15 മിനിറ്റ് കൊണ്ട് 25 ചോദ്യങ്ങൾ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ: പ്രാക്ടീസ്, 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 പ്രാക്ടീസ്. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഞാന് ഇന്നത്തെ ക്ലാസ്സില് 2025 നടന്നുപോയ SSC CGL പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങള് ഒരു 5 ചോദ്യങ്ങള് എളുപ്പ വഴിയില് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇഫ് കോട്ട് റൈസ് ടു 4a പ്ലസ് കോട്ട് സ്ക്വയർ a ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ സൈൻ റൈസ് ടു 4a പ്ലസ് സൈൻ സ്ക്വയർ എയുടെ വില എത്ര എന്നാണ് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ട് റൈസ് ടു 4 കോട്ട് സ്ക്വയർ. സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നത് കോട്ട് സ്ക്വയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കോട്ട് സ്ക്വയർ നമ്മൾ പുറത്തെടുത്താൽ പിന്നെ ബാക്കിയുള്ളത് കോട്ട് സ്ക്വയർ പിന്നെയും ഉണ്ട്, അല്ലേ? കോട്ട് സ്ക്വയർ ഉണ്ടല്ലോ. കോട്ട് സ്ക്വയറും കൂടെ ആകുമ്പോൾ കോട്ട് റൈസ് ടു 4 ആയി. പിന്നെ ബാക്കി അവിടെ ഉള്ളത് 1 മാത്രമേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു വലതുവശത്ത് 1 ആണെന്ന് മനസ്സിലായി. എടാ കുഞ്ഞുങ്ങളെ, കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ, കോട്ടെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടെന്ന് പറഞ്ഞാല് കോസ് ബൈ സൈന, അല്ലെ? അപ്പോൾ കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ
ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ആണെന്ന് മനസ്സിലായി അല്ലേ? കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ആണ്. 1 + കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാല് അത് കൊസീക്ക് സ്ക്വയർ എ ആണെന്ന് അറിയാം, റിഡക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1 + കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എ. ആ കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാല് 1 / സൈൻ സ്ക്വയർ എ ആണെന്ന് അറിയാം. 1 / സൈൻ എ ആണ് കൊസീക് എ. അപ്പോൾ കൊസീക് സ്ക്വയർ എക്ക് പകരം 1 / സൈൻ സ്ക്വയർ എ എന്ന് എഴുതി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി വെച്ചു. ഇവിടെ നോക്കുമ്പോൾ സൈൻ സ്ക്വയർ എ ഗുണിച്ചാൽ സൈൻ റൈസ് ടു 4a എന്ന് വരും. താഴെ കിടക്കുന്നു, അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സൈൻ റൈസ് ടു 4a എന്ന് വരും. കണ്ടോ, ഇങ്ങനെ വരും. ഈ സാധനം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ വരും. കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സൈൻ റൈസ് ടു 4a എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദേണ്ട നോക്കിക്കേ, സൈൻ റൈസ് ടു 4a എന്ന് പറഞ്ഞാല് മക്കളെ കോസ് സ്ക്വയർ എ അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ കോസ് സ്ക്വയർ എ എന്ന് വന്നു, പ്ലസ് ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ എ അതുപോലെ തന്നെ എഴുതി. കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാല് ഉത്തരം 1 ആണ്. ഒന്നാമത്തെ ഉത്തരമാണ്, ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ ഫോർമുല അറിയണം. അതേപോലെ തന്നെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഒരൊറ്റ ഒരു റിഡക്ഷൻ ഫോർമുല മാത്രം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഈ പ്രോബ്ലം 15 സെക്കൻഡ് കൊണ്ട് അടിക്കാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 15 സെക്കൻഡ് കൊണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നിങ്ങൾ ചെയ്തു പഠിക്കണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോന്നു. രണ്ടാമത് ചോദിച്ച ചോദ്യം, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് എ ടോട്ടൽ ഓഫ് 14,100 in 3 parts at 3%, 4% and 5% per annum on simple interest. At the end of 6 years, he received equal interest in 3 cases. The amount invested at 5% is question mark. ഇതാണ് ചോദിച്ചത്. അതായത് ഒരു മനുഷ്യൻ 14,100 രൂപ പല ഭാഗങ്ങളാക്കി, 3 ഭാഗങ്ങളാക്കി, 3% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്തും 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്തും 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്തും ഇൻവെസ്റ്റ് ചെയ്തു. 6 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്നെല്ലാം കിട്ടിയ ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ മക്കളെ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര, അല്ലെങ്കിൽ നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം I is equal to PNR percentage. PNR by 100. R by 100 means R percentage. ഇവിടെ ഇൻട്രസ്റ്റ് ഈസ് സെയിം, അതേപോലെ നമ്പർ ഓഫ് ഇയേഴ്സും സെയിം ആണ്. 6 വർഷമാണ്, ഇൻട്രസ്റ്റും സെയിമാ. അപ്പൊ അതുകൊണ്ട് ഐയും പിയും ഐയും എന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം രണ്ടും സ്ഥിരസംഖ്യകളാ, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ 6%, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ 6%-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ, കോൺസ്റ്റന്റുകൾ ഒഴിവാക്കുവാണെന്നുണ്ടെങ്കിൽ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R% എന്ന് പറയാം. അറിയാത്തവരൊരിക്കലും മറന്നു പോവാത്ത രീതിയിൽ അത് നിങ്ങൾ സ്റ്റോർ ചെയ്തോണം മനസ്സിൽ, സ്ഥിരം ചോദ്യം. അപ്പോൾ കണ്ടോ, ഐയും എന്നും സ്ഥിരസംഖ്യകളായതുകൊണ്ട് നമ്മൾ സാധാരണ സ്ഥിരസംഖ്യകൾ നമ്മൾ വെട്ടിക്കളയും. എന്തിനു വേണ്ടിയിട്ടാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റുകൾ വെട്ടിക്കളയും. ഐ തുല്യമാണെന്ന് പറഞ്ഞു, N 6 years ആണ്, എല്ലായിടത്തും 6 years ആ, അതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. അപ്പോൾ P is inversely proportional to rate of interest. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3, 4, 5 അല്ലേ? അപ്പൊ അതിന്റെ ഇൻവേഴ്സ്
അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 1/3:1/4:1/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ കിട്ടത്തില്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇൻവേഴ്സ് റേഷ്യോ എടുത്താല് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ കിട്ടും. 3ന്റെയും 4ന്റെയും 5ന്റെയും എൽസിയം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഗുണിക്കുക എന്നുള്ളതേ ഉള്ളൂ എൽസിയം. 3 4 12 5 60. ഓരോ നമ്പറിനെ 60 കൊണ്ട് ഗുണിക്കുക. ഓരോ നമ്പറിനെ 60 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് ആ ഫ്രാക്ഷണൽ റേഷ്യോയ്ക്ക് തുല്യമായ റേഷ്യോ കിട്ടും. അങ്ങനെ ഓരോ നമ്പറിനെ 60 കൊണ്ട് ഗുണിച്ചു. 3 60 വെട്ടിയാൽ 20, 4 60 വെട്ടിയാൽ 15, 5 60 വെട്ടിയാൽ 12. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 20, 15, 12 ആണെന്ന് മനസ്സിലായി. സോ 20ഉം 15ഉം കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ 20ഉം 10ഉം കൂടെ കൂട്ടിയാൽ 30, 30ഉം 10ഉം കൂടെ കൂട്ടിയാൽ 40, 40ഉം 5 45, 45ഉം 2 47. അതായത് മുഴുവൻ റേഷ്യോ 47 റേഷ്യോ ആണ്. ആ 47 റേഷ്യോ എന്ന് പറഞ്ഞാൽ 14,100 ആണ്. കുഞ്ഞുങ്ങളെ, 47 റേഷ്യോ എന്ന് പറയുന്നത് 14,100 ആണെങ്കിൽ 47 റേഷ്യോ എന്ന് പറയുന്നത് 14,100 ആണെങ്കിൽ 5% ഇൻവെസ്റ്റ് ചെയ്തത് 12 അല്ലേ? അപ്പോൾ ആ 12 റേഷ്യോയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 47 റേഷ്യോ എന്ന് പറയുന്നത് 14,100 ആണെങ്കിൽ 12 റേഷ്യോയാണ് ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചത്. 5% ഇൻവെസ്റ്റ് ചെയ്തത് 12 എന്ന് പറയുന്ന സാധനമാണ്. 12 റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 47ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 141. 300നെ 12 കൊണ്ട് ഗുണിച്ചാല് 12 3 36, 3600. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ചെയ്തു പഠിക്കുന്നവന് 15 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടുന്ന ചോദ്യം. ചെയ്തു പഠിക്കുന്നവന് ഒരു 15 സെക്കൻഡിനുള്ളിലെ ആൻസർ കിട്ടുന്ന SSC CGL പരീക്ഷകളിലെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇനി അതല്ല, 4% ആ ഇൻട്രസ്റ്റില് നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ 15 റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്ന് ചോദിച്ചു. നമുക്ക് ആൻസർ 3600 കിട്ടി. മക്കളെ, മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. എല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നോക്കിയോ. എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 80 days. എ ഒരു ജോലി 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഹി വർക്ക്സ് ഫോർ 10 days. അവൻ 10 ദിവസം പണിയെടുത്തു. ആൻഡ് ദെൻ ബി അലോൺ ഫിനിഷസ് ദ റിമൈനിങ് വർക്ക് ഇൻ 42 days. ബാക്കി ജോലി ബി എന്ന് പറയുന്നവൻ 42 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ദ ടു ടുഗദർ, രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ കുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? രണ്ടുപേരും കൂടെ ഒരുമിക്കുകയാണെങ്കിൽ ആ ജോലി പൂർത്തീകരിക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അതാണ്, നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. ഇവിടെ എ തനിയെ ഒരു ജോലി 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സാധാരണഗതിയിൽ അവന് 10 ദിവസം പണിയെടുത്തു. ബാക്കിയുള്ള പണി എടുക്കണമെങ്കിൽ, ബാക്കി ജോലി ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവന് 70 ദിവസം കൂടി വേണം. പക്ഷെ അവൻ ചെയ്തില്ല. അതിന് പകരമാണ് വേറൊരുത്തം വന്നത്. അപ്പൊ നമുക്ക് പറയാം, ആ ബാക്കി ജോലി ഉണ്ടല്ലോ, ആ ബാക്കി ജോലിയിലേക്ക് മാത്രം നമുക്ക് ഇന്ന് കേന്ദ്രീകരിക്കാം. കാരണം ബാക്കി ജോലി നിൽക്കുന്ന സമയത്താണ് ബി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാക്കി ജോലി പൂർത്തീകരിക്കാൻ മാത്രം എ എത്ര ദിവസം എടുക്കും? നമ്മൾ ആ ബാക്കി ജോലി മാത്രം കേന്ദ്രീകരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയും, സാറേ ബാക്കി ജോലി പൂർത്തീകരിക്കാൻ എക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, ബാക്കി ജോലി പൂർത്തീകരിക്കാൻ എക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണം 70 അല്ലേ? 10 ദിവസം പണിയെടുത്ത പിന്നെ ബാക്കി 70 ദിവസം വേണം. ബിക്ക് ആണെങ്കിലോ, ബിക്ക് 42 ദിവസം വേണം. ബാക്കി ജോലി പൂർത്തീകരിക്കാൻ എക്ക്
70 ദിവസമാണ് വേണ്ടത്, ബിക്ക് 42 ദിവസം. ഓക്കെ, ഇതിന്റെ റേഷ്യോ നിങ്ങൾ കണ്ടുപിടിക്കണം മക്കളെ. എടാ, റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവന്മാരെ രണ്ടുപേരെയും 14 കൊണ്ട് വെട്ടാം അല്ലെ? 14ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 14 5 70, 14 3 42. ആ ബാക്കി ജോലി ഉണ്ടല്ലോ, കുറച്ച് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ജോലി ഉണ്ടല്ലോ, അത് എ ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ റേഷ്യോയാണ് 5, ബി 3. ദിവസങ്ങളുടെ റേഷ്യോ കിട്ടിയാൽ അതിനെ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടത്തില്ലേ? അപ്പോൾ ദിവസങ്ങളുടെ റേഷ്യോ 5:3 ആണെങ്കിൽ നമ്മൾ പറയും എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. കണ്ടോ, ദിവസങ്ങളുടെ റേഷ്യോ 5:3 ആണെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണെന്ന് മനസ്സിലായി. ക്ലിക്കായി, കറക്റ്റ് ആയിട്ട് മനസ്സിലായി. സോ ഇനി നമുക്ക് തിരിച്ചു വരാം. അതായത് എ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്, ബി ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എ മാത്രമായിട്ട് കേന്ദ്രീകരിക്കേണ്ടി വരും, കാരണം ബിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എ തനിയെ ഒരു ജോലി 80 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. എ തനിയെ ഒരു ജോലി 80 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അവൻ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയല്ലേ? ഒരു ദിവസം അവൻ ചെയ്യുന്ന 3 ജോലിയാ. അങ്ങനെ 80 ദിവസം പണിയെടുത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്നത് 3. അങ്ങനെ എത്ര ദിവസം പണിയെടുത്തു? 80 ദിവസം പണിയെടുത്തു. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ആ ടോട്ടൽ വർക്കിനെ ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ ഒരു ദിവസം ചെയ്യുന്നത് 8 ജോലിയല്ലേ? ഇവര് രണ്ടുപേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 8 ജോലിയാണെന്ന് മനസ്സിലായി. 8 ഹരിച്ചാല് 8ഉം 80ഉം കൂടെ വെട്ടിയാൽ 10. 10 × 3 30. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു 15 സെക്കൻഡിനുള്ളിൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന മറ്റൊരു ചോദ്യമാണ്. കഴിഞ്ഞ CGL പരീക്ഷയ്ക്ക് ചോദിച്ച് മാറിയ ചോദ്യം. അടുത്ത ചോദ്യം, എ റെഗുലർ പോളിഗൺസ് A and B have a number of sides in the ratio 1:2 and interior angles in the ratio 3:4. Then the number of sides of B? ? ഇതാണ് ചോദ്യം. നമ്മളെല്ലാവരും ഈ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവും. എന്ത് പഠിച്ചിട്ടുണ്ടാവും? നിങ്ങൾ ഓരോരുത്തരും ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാകും. അതായത് നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. കണ്ടോ, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? 1 എക്സ്റ്റീരിയർ ആംഗിൾ. നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു 1 എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന കാര്യം. നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു 1 എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നമ്മൾ അറിയാവുന്ന കാര്യം എഴുതി വെച്ചു. ഇനി ഇവിടെ മക്കളെ എ ഉണ്ട്, അതേപോലെ ബി ഉണ്ട്. ചോദ്യകർത്താവ് പറയുന്നു റെഗുലർ പോളിഗൺസ് എ ആൻഡ് ബി ഹാവ് നമ്പർ ഓഫ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 1:2. നമുക്കെല്ലാവർക്കും അറിയാം, റെഗുലർ പോളിഗൺസിന്റെ 2 റെഗുലർ പോളിഗൺസ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ കിട്ടിയാൽ എക്സ്റ്റേണൽ ആംഗിളിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ തിരിച്ചിട്ടാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ. അതായത് സൈഡ്സിന്റെ റേഷ്യോയും എക്സ്റ്റേണൽ ആംഗിളും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ തിരിച്ചിട്ടാ മതി. അപ്പോൾ അതായത് ഇവിടെ ചോദ്യകർത്താവ് സൈഡ്സിന്റെ റേഷ്യോ 1:2 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ
മക്കളെ 2:1 ആണെന്ന് മനസ്സിലായി അല്ലെ? തിരിച്ചിട്ടാ മതി. അപ്പോൾ എടാ കുഞ്ഞുങ്ങളെ, ഇന്റീരിയർ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണെന്ന് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്, എഴുതി വെച്ചു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്റീരിയർ ആംഗിളും ഒരു എക്സ്റ്റീരിയർ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് എയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, ഇത് എയുടെ ഇന്റീരിയർ ആംഗിൾ ആണ്. സോ റേഷ്യോസ് കൂട്ടുമ്പോൾ 2, 3, 5, 1, 4, 5. അതുകൊണ്ട് പിന്നെ സെയിം ആക്കേണ്ടി വന്നില്ല. ഓൾറെഡി അത് സെയിം ആയതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എക്സ്റ്റീരിയർ ആംഗിളും ഒരു ഇന്റീരിയർ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി. 2, 3, 5 അല്ലെങ്കിൽ 1, 4, 5. സോ 5 റേഷ്യോ ഈസ് ഈക്വൽ ടു 5 റേഷ്യോ എന്ന് പറയുന്നത് 180 ആണെന്ന് മനസ്സിലായി മക്കളെ. 5 റേഷ്യോ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാല് 180നെ 5 കൊണ്ട് ഹരിച്ചാൽ 36. 180നെ 5 കൊണ്ട് ഹരിച്ചാൽ 36. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 36 ആണെന്ന് മനസ്സിലായി. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 36 ആണെന്ന് മനസ്സിലായി. അതായത് ബിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 36 ആണ്. ബിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ 36 എന്ന് പറഞ്ഞു, എഴുതി വെച്ചു. ഈ 36 വെട്ടിയാൽ ഉത്തരം 10. ആൻസർ 10. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ ചെയ്തു പഠിക്കണം. ഞാനിവിടെ സ്പീഡ് ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാല് ഓരോ ക്ലാസ്സുകൾ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു 5 അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ മാത്രമായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ചോദ്യങ്ങൾ വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പരീക്ഷ നേരിടണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യണം. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. 5ാമത്തെ ക്വസ്റ്റിനോട് കൂടി നമ്മളെ ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചേക്കാം. ഇനി ട്രപ്പീസോയിഡ് ABCD എന്ന് പറയുന്ന ട്രപ്പീസോയിഡ്, ട്രപ്പീസോയിഡ് ABCD എന്ന് പറയുന്ന ട്രപ്പീസോയിഡില് AB പാരലൽ ടു CD, the diagonals AC and BD, AC and BD intersect at E. What is the ratio of the area of ABE to the area of CDE എന്നാണ് ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചത്. സംഭവം ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്തരത്തിലെ ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച വ്യക്തികൾ മനസ്സിലാവും. അതായത് ഒരു ട്രപ്പീസോയിഡിന്റെ 2 ഡയഗണൽസ് കൂട്ടിമുട്ടുമ്പോൾ അവിടെ 2 ട്രയാങ്കിൾ ഉണ്ടാകും. കണ്ടോ, ഇത് രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് എ. ഇവര് രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിമിലർ ട്രയാങ്കിളാ. എന്തുകൊണ്ടാണ് സിമിലർ ട്രയാങ്കിൾ ആയത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ തുല്യമാ. കണ്ടോ, ഈ ആംഗിളും തുല്യമാണ്. അതേപോലെ താണ്ടെ ഈ ആംഗിളും തുല്യമാ. അപ്പോൾ ഈ ആംഗിളും തുല്യമാണെന്ന് അർത്ഥം. നിങ്ങൾ ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് പഠിക്കണം. ചോദ്യം വന്ന ഭാഗമാണ്, കേന്ദ്രീകരിച്ച് പഠിക്കണം. ട്രപ്പീസോയിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ സിമിലർ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട് ഏരിയകളുടെ റേഷ്യോ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ABE ആൻഡ് CDE? ട്രയാങ്കിൾസിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും ദ റേഷ്യോ ഓഫ് AB to CD സ്ക്വയേർഡ് എന്നുള്ള ആൻസറിലേക്ക് വരും. അതായത് നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ABE ടു ദ ഏരിയ ഓഫ് CDE? അങ്ങനെ ഒരു ചോദ്യമാണ് വന്നത്. സോ സിമിലർ ട്രയാങ്കിളിന്റെ
ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ റേഷ്യോ എടുത്താൽ മതി. അതായത് AB സ്ക്വയറും ഈസ് ടു CD സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് പോകും. കണ്ടോ? അതായത് ദ റേഷ്യോ ഓഫ് AB ടു CD സ്ക്വയേർഡ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ പറയുന്ന SSC CGL പരീക്ഷകൾക്ക് ചോദിച്ച 5 ചോദ്യങ്ങളാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്, 15 സെക്കൻഡ് കൊണ്ട് ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു വണ്ടർഫുൾ സെഷനാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. സ്പീഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ SSC CGL 2026 പരീക്ഷ ഏകദേശം 12,000-ലധികം ഒഴിവുകളുമായിട്ട് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ മുമ്പിൽ വന്നത്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും പുതിയ നമ്മുടെ SSC CGL 2026 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഇത്തരത്തിലെ ലിമിറ്റഡ് സമയത്തിനുള്ളിലെ ഓരോ ചോദ്യങ്ങളുടെ ആൻസർ കണ്ടെത്തിക്കൊണ്ട് പരീക്ഷയെ ഭംഗിയായിട്ട് നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ SSC CGL അല്ലെങ്കിൽ SSC ദൗത്യം ഏറ്റെടുത്ത് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്കുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSC എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിലെ ഒരുപാട് സോഴ്സ് അവൈലബിൾ അല്ല. പരീക്ഷ അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടതും കറണ്ട് അഫേഴ്സ് ഫ്രീ കണ്ടന്റുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, പിന്നെ ഇക്വേഷൻസ്, ഡെയിലി പ്ലാനുകൾ, ഫ്രീ മോക്ക് എക്സാമുകൾ ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള എല്ലാ സൗജന്യ സേവനങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന CC ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സ്കാനറാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനിയും CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സ്പീഡ് ടെസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.